അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ആ ഡോക്ടറിൽ നിന്ന് ആ പ്രേതത്തെ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ ഡോക്ടറോട് സംസാരിച്ചു. ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പുള്ളി കഥകളൊക്കെ ഒരുപാട് പറഞ്ഞപ്പം നമുക്ക് അവസാനം പറഞ്ഞു നമുക്കെന്നാൽ ആ പീരുമേട് വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ പീരുമേട് പോയി. പെട്ടെന്ന് കഥ അങ്ങ് തീർക്കാം. പീരുമേട് പോയി വീടും സ്ഥലവും എല്ലാം ഒന്ന് കണ്ടപ്പോൾ ശരിയാണ്, ആ കഥകൾ നാട്ടുകാരോട് പറഞ്ഞതൊക്കെ ശരിയാണ്. ഡോക്ടറെ കൊണ്ട് ഇതെല്ലാം ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ ആ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഡോക്ടറോട് പറഞ്ഞു ഇതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ഡോക്ടർ മരിച്ചുപോയി, അതുപോലെ തന്നെ ഭാര്യ അങ്ങനല്ല ചെയ്തത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പുള്ളിക്കാരനെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത്, പിന്നെ എൻ്റെ സുഹൃത്ത് വേണ്ട രീതി കാര്യങ്ങൾ അതിൻ്റെ എന്തൊക്കെയാണെന്നറിയത്തില്ല, അതിൻ്റെ താന്ത്രിക വിദ്യകളൊക്കെ അവരുടെ വീട്ടിലും ഈ സ്ഥലങ്ങളിലുമൊക്കെ ചെയ്ത് ഞാൻ കൂട്ടുപോയതാണ്. വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഡോക്ടർ പ്രാക്ടീസ് ചെയ്തു. അദ്ദേഹം വെളി രാജ്യത്ത് എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷപരമായിട്ട് അവർ ജീവിക്കുന്നു. അദ്ദേഹം പിന്നീട് കല്യാണമൊക്കെ കഴിച്ചു. അദ്ദേഹത്തിന് ഇതുപോലുള്ള അവസ്ഥകളെല്ലാം മാറി. അതൊരു ഇല്യൂഷൻ ആണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അത് മെൻ്റൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്ത് ഏതോ ഒരു ശക്തി ഇദ്ദേഹത്തെ പൊതിഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനെ അവർ വളരെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അതിനെ പറിച്ച് പീരുമേട് കൊണ്ട് ഞങ്ങളാക്കിയിട്ട് തിരിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. വളരെ സന്തോഷവാനായിരിക്കുന്നു.